ടെറസിൻ്റെ മുകളിൽ കായ്ച്ചു നിൽക്കുന്ന നാംഡോക്ക് മൈ കണ്ടോളൂ മക്കളെ. ഒരു ചെറിയ ഡ്രമ്മിലാണ് ഈ കായ്ച്ചു നിൽക്കുന്നത്. മാങ്ങ പഴുത്ത് നിൽക്കുകയാണ്. തായ്ലാൻഡിലെ ഒരു അടിപൊളി വെറൈറ്റിയാണ് നാംഡോക്ക് മൈ. ആ സാധനമാണ് നമ്മുടെ ടെറസിൽ കായ്ച്ചു നിൽക്കുന്നത്. നല്ല സൂര്യപ്രകാശവും കുറച്ച് വളവും കുറച്ച് വെള്ളവും കിട്ടിക്കഴിഞ്ഞാൽ ഡ്രമ്മിൽ മാവ് ഇതുപോലെ വളരും. ഒരു ഡ്രമ്മിൽ വെച്ച നാംഡോക്ക് മൈൻ്റെ തൈയാണ് ഈ കാണുന്നത്. കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ടെറസിൽ, എല്ലതും കായ്ച്ചിട്ടുണ്ടായിരുന്നു. നാംഡോക്ക് മൈ എന്ന് പറഞ്ഞാൽ തായ്ലാൻഡിലെ നല്ലൊരു വെറൈറ്റിയാണ്. മൂന്ന് മാസം കൂടുമ്പോൾ ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വേനൽക്കാലത്ത് നനയും കൊടുക്കുക. വേറെ ഒരു പരിചരണം ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് മാംഗോ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു തൈയല്ലേ, ഈ തൈയിൻ്റെ മുകളിൽ ഇത്രയും മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും പിടിക്കും. ഇതുപോലെ നമുക്ക് ഡ്രമ്മിൽ പല വെറൈറ്റി മാവിനങ്ങൾ വെക്കാം. ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഡ്രമ്മിൽ കായ്ക്കും. തായ്ലാൻഡിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ നാംഡോക്ക്, സൂപ്പർ ക്യൂൻ, ബനാന, അതേപോലെ തന്നെ കാറ്റിമോൻ വെറൈറ്റീസൊക്കെ വളരെ പെട്ടെന്ന് ഡ്രമ്മിൽ കായ്പ്പിക്കാൻ പറ്റുന്ന, ഇതുപോലെ കായ്പ്പിക്കാൻ പറ്റുന്ന മാംഗോസാണ്. എല്ലാ വെറൈറ്റീസിൻ്റെയും ഗ്രാഫ്റ്റഡ് തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം. അപ്പോൾ ഈ മാംഗോസ് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ തോന്നി, അങ്ങനെ എടുത്തതാണിത്. എന്ത് ഭംഗിയാണല്ലേ മാംഗോ കാണാൻ. ഈ നാംഡോക്ക് മൈൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരെ പുഴുശല്യം ഇല്ലാത്ത മാംഗോ ആണ്. ഒരുവിധം തായ്ലാൻഡ് വെറൈറ്റീസിലൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇത് മാത്രമല്ല, ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കായപിടുത്തമുണ്ട്. ഇതേപോലെയുള്ള ഡ്രമ്മിലൊക്കെ നമുക്ക് ടെറസിൽ സെറ്റ് ചെയ്യാം. ഇതൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കാനൊക്കെ കുറച്ച് പണിയുണ്ട് ഇങ്ങനത്തെ ഡ്രമ്മാകുമ്പോൾ, കെമിക്കൽ ഡ്രമ്മല്ലേ. അപ്പോൾ റെഡിമെയ്ഡ് പോട്ട്സൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്, അതിലൊക്കെ ചെയ്യാം. ടെറസിൽ ചെറിയൊരു ഏരിയയിൽ നമുക്ക് പല വെറൈറ്റി മാവിനങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ഇതുപോലൊരു ഡ്രമ്മിൽ നമുക്ക് 10-12 അടി ഹൈറ്റ് വരെ നമുക്ക് മാവ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്താം. ഇനിയിപ്പോൾ ഈ മാങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രൂണിങ് ഉണ്ട്, അപ്പോൾ ഒന്നും കൂടി ഹൈറ്റ് കുറയും. പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചും കൂടി ഒരു പന്തലിട്ട പോലെയൊക്കെ ആയിട്ട് വരും ഈ മാവ്. ഈ മാങ്ങ നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ.